ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റേതാണ്, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ വ്യക്തി ചെയ്തത്. പൗലോസ് പ്രസംഗിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ ദൈവവചനം ഈ ജന്മനാ മുടന്തനായിരുന്ന ആ വ്യക്തി ഏറ്റെടുത്തു, അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് പൗലോസിന് മനസ്സിലായത്, ഈ വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ട്. പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിൽ വചനത്താൽ നിറഞ്ഞു എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പൗലോസ് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത്, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വ്യക്തി ചെയ്തത് എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക മാത്രമല്ല, ചാടി നടന്നു എന്നുള്ളതാണ്. എഴുന്നേറ്റ് നിന്നത് മാത്രമല്ല, ചാടി നടന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് എല്ലാം സാധിക്കുമെന്നുള്ളതാണ്. അവനൊരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് തിരുവചനത്തിൻ്റെ കൃപയിലായിരിക്കാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യാനീശ്വരം ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.